കൽപ്പറ്റ നാരായണൻ്റെ ഒരു കവിത വായിക്കാനിടയായി. നല്ല രസമുള്ളൊരു കവിതയാണ്. ഒരു ശത്രുവിനെ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ഒരെലി പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്നാണ് ഈ കവിതയുടെ ഇതിവൃത്തം. ഒരു പൂച്ച എന്താണ് എന്ന് എലി തൻ്റെ കുഞ്ഞിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സമയപ്രഭു എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിതയിൽ ആ അമ്മ എലി കുഞ്ഞിനോട് പൂച്ചയെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന വരികൾ, ആ വരികൾ കൽപ്പറ്റ നാരായണൻ എഴുതിയത് വായിക്കുമ്പോൾ ഇന്നത്തെ തലമുറയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാകൂ എന്നുള്ളൊരു സത്യം അതിലുണ്ട്. ശത്രുവിൻ്റെ ക്രൂരത, അവൻ്റെ കാടത്തം, അതൊക്കെ അതേ തീവ്രതയോടെ അവതരിപ്പിച്ചാൽ ഇന്നത്തെ തലമുറ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനെയൊക്കെ പോസിറ്റീവായി കവി അവതരിപ്പിക്കുകയാണ്. അത് അങ്ങനെ പറഞ്ഞാലേ ആ കുഞ്ഞിന് ഉൾക്കൊള്ളാൻ കഴിയൂ എന്നുള്ളതാണ്. അത് കാലത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾക്കൊക്കെ മോശം എന്ന് തോന്നുന്നതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് നല്ലതാണ്. അപ്പോൾ നമ്മൾ അത് വളരെ തെറ്റായ കാര്യമാണ് പറയും തോറും ആ തലമുറയ്ക്ക് നമ്മളോട് വെറുപ്പ് കൂടും. അതുകൊണ്ട് കവി എത്ര മനോഹരമായിട്ടാണ് ആ പൂച്ചയെ ആ കുഞ്ഞ് തൻ്റെ എലിക്കുഞ്ഞിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് ഈ കവിതയിൽ ഗംഭീരമായി കാണാം. നമുക്കതൊന്ന് നോക്കാം, എന്താണ് ആ വരികളെന്ന് നോക്കാം. സമയപ്രഭു എന്നാണ് ആ കവിതയുടെ പേര്, സമയപ്രഭു. അതിലെ വരികൾ ഇങ്ങനെയാണ്: ഇരുട്ടിലൊരെലി കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ്. ഇരുട്ടിൽ ഒരെലി കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ്. വലിയ കാഴ്ചശക്തിയാണ്. പൂച്ചയെ വിശേഷിപ്പിക്കുകയാണ്. വലിയ കാഴ്ചശക്തിയാണ്. എപ്പോഴും കണ്ണിൽപ്പെടാം, എപ്പോഴും കണ്ണിൽപ്പെടാം. അത് വലിയ കാഴ്ചശക്തിയുള്ള ആളാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം, എപ്പോഴും കണ്ണിൽപ്പെടാം. പിന്നെയോ വലിയ കേൾവിശക്തിയാണ്. ഒരു രോമം നിലത്ത് വീഴുന്ന ഒച്ച കേട്ടാൽ ആരുടേതെന്നറിയും. വലിയ കേൾവിശക്തിയാണ്. ഒരു രോമം നിലത്ത് വീഴുന്നത് കേട്ടാൽ ആരുടേതെന്നറിയും. പൂച്ചയെപ്പറ്റിയാണ്. പിന്നീടോ ക്ഷമാവാരിധിയാണ്. വലിയ ക്ഷമാവാരിധിയാണ്. എന്തുകൊണ്ടാണ്? മുഴുമിക്കാൻ 4-5 മണിക്കൂറെടുക്കും. മുഴുമിക്കാൻ 4-5 മണിക്കൂറെടുക്കും. എന്ത് മുഴുമിക്കാനാണ്? പൂച്ചയെപ്പറ്റി അറിയുന്നവർക്കറിയാം. വീട്ടിലൊക്കെ പൂച്ചകളുണ്ടല്ലോ. അപ്പോൾ പൂച്ചയെപ്പറ്റി അറിയുന്ന സമൂഹത്തിനറിയാം എന്ത് മുഴുമിക്കാനാണ് 4-5 മണിക്കൂർ എടുക്കുന്നത്. പൂച്ച ഒരു ജീവിയെ കൊന്നാൽ വളരെ പെട്ടെന്ന് അതിനെ ഭക്ഷിക്കില്ല. അതങ്ങനെ കളിപ്പിച്ച് പാതി കൊന്ന് അതിനെ കഴിച്ചെടുക്കാൻ 4-5 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ തള്ളയെലി ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് ക്ഷമാവാരിധിയാണ്. പൂച്ചയുടെ കാര്യമാണ്. മുഴുമിക്കാൻ 4-5 മണിക്കൂർ എടുക്കും. അതുകൊണ്ടാണ് ക്ഷമാവാരിധിയാകുന്നത്. അടുത്തതോ ദയാവാരിധിയാണ്. ക്ഷമാവാരിധി മാത്രമല്ല, ദയാവാരിധിയാണ്. മരിക്കാൻ മാത്രം മുറിവേൽപ്പിക്കില്ല. അത് നല്ല ക്ഷമയുള്ളത് കൊണ്ടാണ് മരിക്കാൻ മാത്രം മുറിവേൽപ്പിക്കില്ല. അതായത് പൂച്ച ഒറ്റയടിക്ക് അത് ഭക്ഷിക്കാൻ പോകുന്ന ജീവിയെ ഒറ്റയടിക്ക് കൊല്ലില്ല. അതുകൊണ്ടാണ് ദയാവാരിധി എന്നുള്ള വാക്ക്, അതുകൊണ്ടാണ് പൂച്ചയ്ക്ക് അവിടെ വിശേഷണമായി എലി കൊടുക്കുന്നത്. ദയാവാരിധിയാണ്. മരിക്കാൻ മാത്രം മുറിവേൽപ്പിക്കില്ല. അടുത്തത് സൗമ്യമൂർത്തിയാണ്. വളരെ സൗമ്യതയുള്ള മൂർത്തിയാണ്. മൂർത്തി എന്ന് പോലുമാണ് വിശേഷിപ്പിക്കുന്നത് പൂച്ചയെ. സൗമ്യമൂർത്തിയാണ്. മറിച്ചിടുന്നത് മൃദുവായ കൈപ്പത്തി കൊണ്ടാണ്. മറിച്ചിടുന്നത് മൃദുവായ കൈപ്പത്തി കൊണ്ടാണ്. പൂച്ച അങ്ങനെയാണല്ലോ. പാതി ജീവൻ നഷ്ടപ്പെട്ട ജീവികളെ അത് വളരെ ക്രൂരതയോടെ നഖമിറക്കിയല്ല അതിനെ തട്ടി മറിച്ചിടുന്നത്. അത് വളരെ സാവധാനമാണ് കൈകൊണ്ട് മറിച്ചിടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മറിച്ചിടുന്നത് മൃദുവായ കൈപ്പത്തി കൊണ്ടാണ്.
പിന്നെയോ നിരാശപ്പെടുത്തുകയില്ല. അതങ്ങനെ നിരാശപ്പെടുത്തില്ല നമ്മളെ. അതെന്തുകൊണ്ടാണ്? പലതവണ നമുക്ക് ജീവിതം തിരിച്ചു കിട്ടും. നിരാശപ്പെടുത്തുകയില്ല, പലതവണ നമുക്ക് ജീവിതം തിരിച്ചു കിട്ടും. മരിക്കില്ല, അങ്ങനെ മരിക്കാതെ കിടക്കും. അതുകൊണ്ടാണ് പലതവണ നമുക്ക് ജീവിതം തിരിച്ചു കിട്ടുമെന്ന് കവി പറയുന്നത്. പിന്നെയോ സഹൃദയനാണ്, പൂച്ചയുടെ കാര്യമാണ്. സഹൃദയനാണ്, വാലിൻ്റെ അവസാനത്തെ വളഞ്ഞു നിവരൽ വരെ ആസ്വദിക്കും. നല്ല സഹൃദയനാണ്. അതുകൊണ്ടാണ് വാലിൻ്റെ അവസാനത്തെ വളഞ്ഞു നിവരൽ. എന്താണ് വാലിൻ്റെ അവസാനത്തെ വളഞ്ഞു നിവരൽ? മരണവെപ്രാളമാണ് ഒരു ജീവിയുടെ വാലിൻ്റെ അവസാനത്തെ വളഞ്ഞു നിവരൽ. അപ്പോൾ പൂച്ച വളരെയധികം നല്ല സഹൃദയനാണ്. അതുകൊണ്ടാണ് വാലിൻ്റെ അവസാനത്തെ വളഞ്ഞു നിവരൽ വരെ ആസ്വദിക്കും. പിന്നെയോ ഒരു തിരക്കുമില്ല. പൂച്ചയ്ക്ക് ഒരു തിരക്കുമില്ല. ഇതിനെ വളരെ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ ഒരു തിരക്കുമില്ല. സമയത്തിൻ്റെ പ്രഭുവാണ് പൂച്ച. സമയത്തിൻ്റെ പ്രഭുവാണ്. സമയപ്രഭു എന്നുള്ള കൽപ്പറ്റ നാരായണൻ്റെ കവിത. ഇത്ര ഗംഭീരമായാണ് അദ്ദേഹം ഒരു പ്രമേയത്തെ അവതരിപ്പിക്കുന്നത്. നല്ല കവിതയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.